ട്വന്റി-20യിൽ സിംബാബ്വേക്കെതിരെ ഇന്ത്യക്ക് പരമ്പര. 5 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ 3-1 മുന്നിലെത്തി. 4ാം ട്വന്റി-20യിൽ ഇന്ത്യയുടെ ജയം 10 വിക്കറ്റിനാണ്. ശുഭ്മാൻ ഗില്ലിനും യശസ്വി ജയ്സ്വാളിനും അർദ്ധ സെഞ്ചുറിയുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അൽ അമീൻ ചേരുകയാണ്. അൽ അമീൻ, എത്രത്തോളം ആധിപത്യത്തോടെയാണ് ഇന്ത്യയുടെ വിജയം? ഈ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടിയിട്ടുണ്ട്. 53 പന്തുകൾ നേരിട്ട യശസ്വി ജയ്സ്വാൾ 93 റൺസാണ് ഈ മത്സരത്തിൽ അടിച്ചെടുത്തത്. 13 ഫോറുകളും 2 സിക്സറുകളും ഉൾപ്പെടുന്നതായിരുന്നു താരത്തിന്റെ ഇന്നിംഗ്സ് എന്ന് പറയുന്നത്. 39 പന്തുകൾ നേരിട്ടാണ് ശുഭ്മാൻ ഗിൽ 58 റൺസ് എടുത്തത്. അദ്ദേഹവും മികച്ച പ്രകടനമാണ് ഈ മത്സരത്തിൽ പുറത്തെടുത്തത്. ഈ മത്സരത്തിലെ വിജയത്തോടെ ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിരിക്കുകയാണ്. 5 മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയിൽ 3-1 ഇപ്പോൾ ഇന്ത്യ മുന്നിട്ട് നിൽക്കുകയാണ്. അടുത്ത മത്സരം നാളെ ഹരാരയിലെ സ്റ്റേഡിയത്തിൽ നടക്കും. ഓപ്പണർമാർ ഇരുവരും ഫോം കണ്ടെത്തിയതോടെ ഇന്ത്യക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. 28 പന്തുകൾ ബാക്കി നിൽക്കെയാണ് ഈ മത്സരത്തിൽ ഇന്ത്യയുടെ വിജയം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങി ഇന്ത്യ സിംബാബ്വെ ഉയർത്തിയ 152 റൺസ് വിജയലക്ഷ്യമാണ് മറികടന്നത്. 28 പന്തിൽ 46 റൺസ് എടുത്ത സിക്കന്ദർ റാസയുടെ മികച്ച പ്രകടനമാണ് സിംബാബ്വെയെ ആദ്യം ഭേദപ്പെട്ട പ്രകടനത്തിൽ സ്കോറിൽ എത്തിച്ചിരുന്നത്. ഏതായാലും ഇന്ത്യ യുവനിര മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം, ഇന്ത്യൻ ടീമിലേക്ക് വെളിയെത്തി ഇന്ന് അവസരം ലഭിച്ച തുഷാർ ദേശ്പാണ്ഡയ്ക്കും ഈ മത്സരത്തിൽ വിക്കറ്റ് നേടാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ത്യ അടുത്ത മത്സരം നാളെ ഹരാരയിലെ ശരി അമീൻ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോകകപ്പിന് പിന്നാലെ ഇന്ത്യ ആദ്യ പരമ്പര ജയിക്കുന്നു. എന്തായാലും സിംബാബ്വെ ഈ പരമ്പരയിൽ ഉടനീളം കാഴ്ചവെച്ചത് മികച്ച പോരാട്ടം തന്നെയാണ്. 153 റൺസിന്റെ വിജയലക്ഷ്യമാണ് ഇന്ത്യ 10 വിക്കറ്റിന് മറികടന്നത്. ഇന്ത്യയുടെ ഓപ്പണർമാർ ഇരുവരും അർദ്ധ സെഞ്ചുറി നേടിയാണ് വിജയം സമ്മാനിച്ചത്. പരമ്പരയിലെ അവസാനത്തെ മത്സരം നാളെ നടക്കും. അൽ അമീനാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.